ഹായ് എളിയമാരി, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാനൊരു ഡേ ഔട്ട് ഇട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പുതിയ സബ്സ്ക്രൈബർ പറഞ്ഞു ഡേ ഇൻ യുവർ ലൈഫ് കൂടി ഒന്ന് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ ചെയ്ത് കളയല്ലോ, ഇപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, ഡേ ഇൻ അവർ ലൈഫ് അല്ലേ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു, പല്ലൊക്കെ തെച്ചു, നല്ല വർക്കുണ്ടായിരുന്നു രാത്രി, കുറച്ച് അധികം പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ ചെയ്തത് കണ്ണൊക്കെ കഥകളി കണക്കെ ആയിരിക്കുകയാണ് എൻ്റെ കണ്ണ്. ഇന്നലെ കുറെ വർക്കൊക്കെ ചെയ്ത് രാത്രി കിടന്നിട്ട് 2-3 മണി അടുപ്പിച്ചായി കിടന്നപ്പോഴും, അതായത് പട്ടാപ്പകലായി കിടന്നപ്പോഴും ഇപ്പൊ നോക്കിയപ്പോൾ കണ്ണിട്ട് ഇവിടെ ഒരു റെഡ്നസ്. ഞാൻ വെച്ച് തീർന്നു എന്റെ കാഴ്ച പല്ലിൽ തന്നെ കണ്ണ് കണ്ടു, ഇവിടെ എല്ലാം പോയി. രാവിലെ ഉറങ്ങി എണീച്ചപ്പോൾ അങ്ങ് മാറി കേട്ടോ, പേടിച്ചു പോയി. അപ്പൊ രാവിലെ എണീച്ച് എന്താ പരിപാടി, രാവിലെ എണീക്കാം. ഹസ്ബൻഡ് ഓൾറെഡി ജോലിക്ക് പോയി, പുള്ളിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പിന്നെ കുറച്ച് ഞാൻ വീണ്ടും കിടന്നു കുറച്ച് ടൈം, പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചു. ഇനിയിപ്പോ ഒരു കട്ടൻ ചായ ഇടാതെ എന്ത് ലൈഫല്ലേ. കട്ടൻ ചായ ഇടുക, സ്ലൈമാനി ഇട്ട് കുടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാ, നമുക്ക് കട്ടൻ ചായ കുടിക്കാം. ഒരു കട്ടൻ ചായ എടുത്തങ്ങോട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഈ ഐറ്റത്തിലാണ് തേയിലിട്ട് വെച്ചിരിക്കുന്നത്. കറിയായിരിക്കുമല്ലോ, മറ്റേ സ്ലൈഡ് ചെയ്യുന്ന മീശോയിൽ നിന്ന് അടിച്ച ഐറ്റമാണ് കേട്ടോ. ഒരു വിധമുള്ള എല്ലാ വീടുകളിലും ഇത് കാണില്ലേ, യൂസ്ഫുൾ ആണ്, കുഴപ്പമില്ല. പക്ഷെ പാറ്റയും പല്ലിയും കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്യാപ്പ് സൂക്ഷിച്ച് വെച്ചിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് അവന്മാർ വീട്ടിൽ കൊണ്ടുപോകും, ആണ് കുഴപ്പം. നമുക്ക് അവൻ അരിച്ചങ്ങോട്ട് ഒഴിക്കാം. അതിനുശേഷം ഞാൻ ചായ ഊതി കുടിച്ചു. ഞാൻ ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു, വല്ലാത്തൊരു രുചി എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 മുട്ട റെഡിയാക്കി വെച്ചിരുന്നു, അത് കഴിച്ചു. കണ്ണുവിടല്ലേ ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമുണ്ട്. അയ്യോ. അപ്പോൾ രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കട്ടൻ ചായ കുടിച്ചു, പിന്നെ 2 പുഴുങ്ങിയ മുട്ട അത് കഴിച്ചു. ഡയറ്റാണെന്ന് പറഞ്ഞില്ല, ചില ദിവസം ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിലത് ഈ 2 എന്നുള്ളത് മാറി ഇഡലി ദോശ എല്ലാം കഴിക്കുന്നതല്ല, അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ഉച്ചക്കത്തേക്ക് ഒരു ബീട്രൂട്ട് നമ്മൾ മെനഞ്ഞാന്ന് പോയിട്ട് വന്ന് കുറച്ച് വെജിറ്റബിൾസ് മേടിച്ചോണ്ടില്ല, അത് ഇപ്പം ഇരിപ്പുണ്ട്. അവന്മാരെ തല്ലിക്കൂട്ടി ഒരു തോരൻ വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ തേങ്ങ കിട്ടുന്ന നമുക്ക് നമ്മുടെ മറ്റേ ചിരവയുണ്ടല്ലോ, അതൊന്നും ഭയങ്കരമായിട്ട് അവൈലബിൾ അല്ല. അപ്പം നമ്മളിതാ തേങ്ങ അവർ ഇളക്കി തരും. ചെറുക്കെ നിക്കാക്കി തേങ്ങ ഇങ്ങനെയാണ് ഇവിടെ പറയും. ഇതാ കണ്ട ഇങ്ങനെ നമ്മൾ പഴയ അതായത് കൊട്ടത്തേങ്ങയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുടുക്ക അവർ പരുവാകുമ്പോഴേ ഇളക്കി എടുക്കില്ല. അപ്പോൾ അതുപോലെ ഒരു സംഭവം ഇരിപ്പുണ്ട്, അതിങ്ങനെ കയറ്റി തോട് നല്ല ചിരട്ടയില്ല, അത് ഇളക്കിയും തരും. ഇതെങ്ങനെ ഉണ്ടാവും, ഇത് നേരെ മുറിച്ച് എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാർ കിടന്ന് ചിരകൊക്കെ കണ്ടു കഴിഞ്ഞാൽ മീൻകറിക്കൊക്കെ തലേന്ന് ചെറിയ തുടങ്ങിയാൽ ഒരു 2 ഭയങ്കര പാടാണ് സത്യം പറഞ്ഞാൽ, തോളതിനും എല്ലാം പണിയാണ്. അപ്പോൾ ഇതല്ലേ എളിയമാരെ നല്ലത്. അപ്പം ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരിക, ഇത് ഒരു കുടുവെടുത്ത് അടിച്ചടിച്ച് പല കഷ്ണമൊക്കെ ഇതെടുത്ത് മിക്സിയിൽ നേരെ എല്ലാം അതിൻ്റെ അരപ്പിന് വേണ്ടിയുള്ള മഞ്ഞൾ, വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും ജീരകം എല്ലാം ഇടുക, അടിച്ചെടുക്കുക, കാര്യം കഴിഞ്ഞു, എളുപ്പമാണ്. പിന്നെ ഇത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ തിന്നണം തോന്നുന്നു, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം അതാണ് ഉച്ചക്കത്തെ പരിപാടികൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാൻ. ഇപ്പോൾ തോരൻ്റെ അരപ്പായി, തോരൻ്റെ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന ഒരു നിങ്ങൾ വെക്കുന്നത് 2 ഞാനൊരു ക്യാരറ്റും കൂടിയിട്ട് അടിച്ചു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റ് പ്ലസ് തോരൻ, അല്ല ക്യാരറ്റ് പ്ലസ് ബീട്രൂട്ട് തോരൻ. ഓക്കെ, മിക്കുള്ളവർ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഉമ്മച്ചി ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കുറേ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കും. ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ ഉള്ളി എൻ്റെ സ്റ്റോക്കില്ല, ഷാലറ്റ്സ് തീർന്നു. സോ ഇതിലെന്തൊക്കെയാണ് നമ്മളെല്ലാവരും ചേർക്കുന്ന പോലെ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില എല്ലാവരും അടിക്കാറില്ല. കറിവേപ്പിലയുടെ ആ ഒരു കുത്തുണ്ടല്ലോ, ആ ഒരു ചെവയുണ്ടത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ജീരകം, അതും ഒരുപാട് ഇടും. ഒരുപാട് പേരിന് വേണ്ടിയിട്ട് ആളുകൾ ഞാനൊരു 1 ടീസ്പൂൺ കൂടുതലിടും. പിന്നെ വെളുത്തുള്ളി ഒരല്ലേ ഇട്ടോളൂ, കാരണം ഇവിടെ കിട്ടുന്ന തൊടിയും വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉള്ളി കട്ടിങ് സൈസ് വരും പുള്ളിക്കാരന്, അപ്പോൾ അതും കൂടെ ഇട്ടു. പിന്നെ എന്താ ഇട്ടത്, ഞാൻ ഒത്തിരി ഇഞ്ചിയും കൂടെ ഇട്ടു, മഞ്ഞപ്പൊടി കഴിഞ്ഞു. ഇനി അവന്മാരെ നമുക്ക് അപ്പോൾ അളിയന്മാരെ ഇതാ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ്, നോൺ സ്റ്റിക്ക് പാടെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുവറ ആക്കുക, കുറച്ച് കറിവേപ്പിലായിട്ട് പൊട്ടിക്കുക. ഞാൻ ആദ്യം അരപ്പിട്ട് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് വെജിറ്റബിൾ ഇടുന്നു. വെജിറ്റബിൾ അങ്ങനെ തന്നെയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും വെക്കുന്നു. ഒരു 5-10 മിനിറ്റ് അടച്ചു വയ്ക്കും. വെള്ളം ഒന്നും ചേർക്കില്ല, ആവിയിൽ നിന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ആവിയിൽ നിന്ന് തന്നെ വേവിച്ച് സെറ്റാക്കി ഇങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ എൻ്റെ ചോറിനോടുള്ള കൂട്ടാൻ. പിന്നെ അതിൻ്റെ തൈര്, വേറെ എക്സ്ട്രാ ഒരു പച്ചമുളക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ വെജിറ്റബിൾ ആയിരുന്നു ഞാൻ ഇവിടെ കഴിക്കും. അത് തന്നെയാണ് ചോറെന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ ഇത്ര കഴിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉള്ളത് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഇത്ര കഴിക്കും, കുഴപ്പമില്ല. അതിനുശേഷം
ഒക്കെ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം റൂമൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയായി. അപ്പോൾ അളിയന്മാരെ കുളി നനയൊക്കെ കഴിഞ്ഞു, തുണിയൊക്കെ കൊണ്ട് വിരിച്ചു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ മുഖത്ത് ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, നമ്മുടെ 5% നയാസിറമൈഡ് മാറ്റിഫൈങ് മോയ്സ്ചറൈസർ. ഇത് ഓയിലി ആൻഡ് അക്നി പ്രോൺ സ്കിന്നിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് അക്നി പ്രോൺ സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് ഡാം ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യും കേട്ടോ. എടുക്കുക, കൺസിസ്റ്റൻസി നല്ല രസമാണ്. ഇതാ കണ്ടോ, ഇപ്പം നമുക്ക് ഫേസിലിട്ടാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല. നമുക്കിപ്പം ഏത് സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം. ഇപ്പം ഇന്ന സ്കിന്നുകാർ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഓയിലി എനിക്ക് തോന്നുന്നു അക്നി പ്രോൺ സ്കിന്നുകാർക്കാണ് ഏറ്റവും പാട് പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് എല്ലാ പ്രൊഡക്റ്റൊന്നും എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. സോ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നന്നായിരിക്കും, നമുക്ക് വലിയ വിഷയം വരത്തില്ല. ഇതിട്ടിട്ട് ഇതുവരെ എനിക്കൊരു അഗ്നി പോലും വെളിയിൽ വന്നില്ല. പക്ഷേ എന്ത് നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഇത് ഞാൻ റിവ്യൂ കണ്ടിട്ട് മേടിച്ചതല്ല, അല്ലാതെ ഞാൻ അഗ്നി പ്രോൺ സ്കിന്നിന് ഏതെങ്കിലും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആമസോണിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ബ്യൂട്ടി പ്ലാറ്റ്ഫോമുകളുടെയും മണ്ടക്കേറി സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടിയ പ്രൊഡക്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ബാം, ഇതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ആത്മാവിനെ വരെ ഞാൻ വെളിയിൽ ഊറ്റിയെടുത്തു. പുതിയത് മേടിക്കാനുള്ള സമയമായിട്ട് അതിനുപോലും എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ കണ്ടോ, അതൊരു ജെൽ കൺസിസ്റ്റൻസിയാണ്. ഇതെന്താ പിടിക്കാത്തത്, കിട്ടുന്നുണ്ടോ എന്തോ അതിലില്ല. അപ്പോൾ ഇതാ ഇതിങ്ങനെ എടുത്തിങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ കാണാൻ വിളി വന്നു. പ്രോജക്റ്റിൻ്റെ ബാക്കി ചെയ്ത് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം വാരിക്കിട്ടി. ലാപ്ടോപ്പ് ചാർജ് തീർന്ന് കിടക്കുന്നത്, പിന്നെ എവിടെയൊക്കെ കുത്തിയിട്ട് ചാർജ് ചെയ്താൽ അതും കൊണ്ടിരുന്നു. ആകെ തലയ്ക്ക് തീ പിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ഭ്രാന്ത് പിടിച്ചിരിക്കും. പിന്നെ എല്ലാം കൂടി ഇതാ തലയിൽ തീ എന്നൊക്കെ പറയുന്നുണ്ട് നല്ലപോലെ. പിന്നെ എല്ലാമൊക്കെ ആക്കി. ഇപ്പോൾ വയറിന് നല്ല കാണലൊന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് എടുത്ത് മുട്ടത്തോരൻ ഉണ്ടാക്കിയായിരുന്നു, അതൊന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ അന്വേഷിച്ച് ഒരു ഓറഞ്ച് കഴിച്ചു, തപ്പിപ്പിടിച്ച് ഓറഞ്ച് അതിനകത്ത് എടുത്തു. പക്ഷെ വല്ലാതെ ഒന്ന് തടുത്തു പോയി. പിന്നെ ചൂടായതുകൊണ്ട് കുഴപ്പമില്ല, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ തൊലിയൊക്കെ കൊണ്ട് കളഞ്ഞു. വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ഓറഞ്ച് കഴിച്ചു. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് കിടക്കണം. ഒരു ക്ഷീണം, ഇന്നലെ അത്ര നല്ലപോലെ ഉറങ്ങാൻ പറ്റിയില്ല, പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നൊന്ന് കിടന്നുറങ്ങാം. ടാറ്റാ.